അരി ഉണ്ടാകുന്ന വഴികൾ കണ്ടറിഞ്ഞ കുരുന്നുകൾ. നെൽകൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പൊന്നൊഴുകും തോടിന്റെ ഓരത്തുള്ള കാപ്പുകയം പാടശേഖരമാണ് കുട്ടികൾക്ക് പരമ്പരാഗത രീതിയിൽ നെല്ല് പുഴുങ്ങി അരിയാക്കി മാറ്റുന്ന പ്രായോഗിക പഠന പരിപാടി ഒരുക്കിയത്. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും തവിട് നീക്കാത്ത ആരോഗ്യപ്രദവും പ്രമേഹത്തെ പ്രതിരോധിക്കുന്നതുമായ എലിക്കുളം റൈസിന്റെ നിർമ്മാണ രീതിയാണ് മുതിർന്ന നെൽകർഷകനായ മണ്ഡപത്തിൽ എം ജോർജിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പകർന്നു നൽകിയത്. നേരത്തെ ഇവിടെ 2 കൃഷി ഉണ്ടായിരുന്നു. ജൂണിലും ഫെബ്രുവരിയും ഈ കൊയ്ത്ത് പ്രശ്നം വന്നപ്പം ഒരു കൃഷിയായി. ഒക്ടോബറിൽ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കളാസിനെ അടിക്കുക. ഈ 4-5 മാസം പാടം പുല്ലായിട്ട് കിടക്കാം, കളാസിനെ അടിക്കാം. അത് കഴിയുമ്പം ഡാക്ടർ കൊണ്ടുവന്ന് കൂട്ടി കഴിയുമ്പം വിത്ത് നമ്മൾ ഇപ്പം 3-4 വർഷമായിട്ട് പഞ്ചായത്തിൽ നിന്ന് സബ്സിഡി ആയിട്ട് വിത്ത് ഇറക്കി തരിക പാലക്കാട്ടിൽ നിന്ന്. ആ വിത്ത് നമ്മൾ വെള്ളത്തിലിടുക. വിതയ്ക്കുന്നതിനൊരു 4 ദിവസം മുമ്പ് വെള്ളത്തിലിട്ട് 12 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളിത് ചണച്ചാക്കിൽ വാരിക്കെട്ടി 36 മണിക്കൂർ കഴിയുമ്പം ഇത് നമ്മൾ കുടഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും തട്ടിപ്പൊത്തി വെച്ച് കഴിയുമ്പം പിന്നെ 12 മണിക്കൂർ കഴിയുമ്പോൾ ശരിക്കും മുളയാകും. അന്നേരം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് വിതയ്ക്കുന്നു. ഒരേക്കറിന് 40 കിലോ 45 കിലോ വിത്താണ് വിതയ്ക്കുന്നത്. ഞാൻ 10-30 വർഷം വിതച്ചുകൊണ്ടിരുന്നത്. ഞാൻ വിതച്ച കൃത്യം വിതയായിരുന്നു. ഇപ്പം 4-5 വർഷമായിട്ട് നടുവെട്ടലായതുകൊണ്ട് ഞാൻ വിതയില്ല, മോനായിപ്പം വിതയ്ക്കുന്നു. കാരക്കുളം സെന്റ് മാത്യൂസ് UP LP സ്കൂളിലെ സ്റ്റുഡൻസ് ഗ്രീൻ ആർമി കേഡറ്റുകൾ പ്രായോഗിക പഠന പരിപാടികളിൽ പങ്കാളികളായി. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യമുന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മാത്യൂസ് പെരുമനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞിട്ടുള്ള നെല്ല് കുത്തി അരിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണ്ട് കാലത്ത് നമ്മൾ പൂർവ്വർ ചെയ്ത കാര്യങ്ങൾ ഇന്നിവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ഡപത്തിൽ ജോർജ് ചേട്ടൻ്റെ നേതൃത്വത്തിൽ, ജസ്റ്റിൻ്റെ ഇവിടുത്തെ പാഠശാല സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സെൻറ്റ് മാത്യൂസ് LP സ്കൂൾ UP സ്കൂളിലെ ഹെഡ്മിസ്ട്രസ്മാരും അവരുടെ കുട്ടികളെയായിട്ട് വന്നിട്ടുണ്ട്. പുതിയ തലമുറയെ ഇതെങ്ങനെ നമ്മൾ അരിയാഹാരം കഴിക്കുന്നതെന്ന് കാണിച്ചു തരുവാൻ വേണ്ടി ഇവിടുത്തെ പാഠശാല സമിതി കാണിച്ച ഈ വലിയ കാര്യം പ്രത്യേകിച്ച് ജോർജ് ചേട്ടന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കൃഷി ഓഫീസർ K പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ 2 ആഴ്ച മുമ്പ് കാപ്പുകയം പാടശേഖരത്തിൽ ഏതാണ്ട് 40 ഏക്കറോളം വരുന്ന നെൽകൃഷി കൊയ്ത്ത് കഴിയുകയുണ്ടായി. അങ്ങനെ കൊയ്ത ശേഷം അന്ന് നമ്മുടെ ഈ പഞ്ചായത്തിലെയും കാഞ്ഞിരപ്പള്ളി താലൂക്കിലെയും 100 കണക്കിനായ കുട്ടികളുടെ സാന്നിധ്യത്തിലാണ് ആ കൊയ്ത്ത് നടന്നത്. അപ്പോൾ നമ്മൾ നിത്യേന മലയാളികൾ കഴിക്കുന്ന ഈ ചോറ് എങ്ങനെ ഉണ്ടാവുന്നു അത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ നെൽകൃഷിയെ പരിചയപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ ആ അവസരം ഉപയോഗിച്ചത്. അപ്പോൾ നെല്ല് കൊയ്യുന്നത് കണ്ടു. ഇനി നെല്ലിൽ നിന്ന് അരി എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും കൂടി കുട്ടികൾക്ക് മനസ്സിലാക്കണം. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധമില്ല. അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ AJ അലക്സ് റോയ്, ആതിര സോജൻ, സ്കൂൾ പ്രധാനാധ്യാപകരായ മായ M മെർലിൻ, ആലിസ് ജോസഫ്, ക്രിസ്റ്റോ ജോൺ, സ്റ്റുഡന്റ് ഗ്രീൻ ആർമി ഭാരവാഹികളായ ബെൻസൺ ദീപക്, ജിയ ജോബിൻ, പാടശേഖര സമിതി പ്രസിഡന്റ് ഔസേപ്പച്ചൻ ഞാറക്കൽ, സെക്രട്ടറി ജസ്റ്റിൻ ജോർജ് മണ്ഡപത്തിൽ, തളിർ എലിക്കുളം നാട്ടുചന്ത സെക്രട്ടറി വിൽസൺ മാത്യു പാമ്പൂരിക്കൽ തുടങ്ങിയ നിരവധി പേർ പ്രസംഗിച്ചു. വിഷരഹിത എലിക്കുളം റൈസ് തളിർ എലിക്കുളം നാട്ടുചന്തയിൽ ലഭ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുട്ടികൾക്ക് എലിക്കുളം റൈസിനാൽ തീർത്ത പുന്നെല്ലിൽ പായസവും സ്കൂളിന് കഞ്ഞിക്കും പായസത്തിനുമുള്ള അരിയും സമ്മാനിച്ചാണ് കുരുന്നുകളെ കർഷകർ യാത്രയാക്കിയത്. ഐഫോറിയ ന്യൂസ്, പാല.